നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി തർക്കം മുറുകുന്നതിനിടയിൽ കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം നാളെ. നിരീക്ഷകരായ അജയ് മാക്കനും മുകുൾ വാസനിക്കും KC-VD ചെന്നിത്തല എന്നിവരെക്കുറിച്ച് MLA-മാരോട് അഭിപ്രായം തേടും. ഞായറാഴ്ചയോടെ തീരുമാനമെന്ന് ഹൈക്കമാൻഡ്. ഫ്ലക്സ് യുദ്ധം തുടരുന്നു. ചെന്നിത്തല ഡൽഹിയിൽ സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി. പറവൂരിൽ വോട്ടർമാർക്ക് നന്ദി പറഞ്ഞ് VD-യുടെ റോഡ് ഷോ. പരാജയം അപ്രതീക്ഷിതമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തോൽവിയുടെ കാരണങ്ങളെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ തിരക്കിട്ട് വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് ഗോവിന്ദൻ. കോടിയേരിയുടെ വീട്ടിലെത്തി തളിപ്പറമ്പിലെ നിയുക്ത MLA TK ഗോവിന്ദനും ഭാര്യയും സ്വീകരിച്ച് കോടിയേരിയുടെ കുടുംബം. പാലക്കാട് CPM-ൽ പൊട്ടിത്തെറി. ഏരിയ കമ്മിറ്റി അംഗം അബ്ദുൾ ഷുക്കൂർ രാജിവെച്ചു. തമ്പ്രാൻ ചമഞ്ഞ ഔദാര്യം വിളമ്പുന്നവർക്ക് മുമ്പിൽ തലകുനിക്കാനില്ലെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ വിജയ്ക്ക് ഭൂരിപക്ഷമില്ലെന്ന് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ. 118 പേരുടെ പിന്തുണ ഉറപ്പാക്കി. പിന്തുണക്കത്ത് നൽകിയാൽ മാത്രം സത്യപ്രതിജ്ഞ. TVKയ്ക്ക് ഇപ്പോഴുള്ളത് 113 MLA-മാരുടെ പിന്തുണ. സ്റ്റാൻലിയെ സന്ദർശിച്ച് രജനീകാന്ത്. ബംഗാളിൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവയ്ക്കാതെ മമത. നിയമ വഴി തേടാൻ BJP. നിയമസഭാ കക്ഷിയോഗം മറ്റന്നാൾ. മൂന്ന് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി വിയറ്റ്നാം പ്രസിഡന്റ് തോം ലാം ഇന്ത്യയിൽ. ഉഭയകക്ഷി വിഷയങ്ങളിൽ പ്രധാനമന്ത്രിയുമായി ചർച്ച. സുപ്രധാന കരാറുകളിൽ ഒപ്പിട്ടേക്കും. 6000 കോടി രൂപയുടെ ബ്രഹ്മോസ് മിസൈൽ കരാർ സംബന്ധിച്ച ചർച്ചകളും നടന്നേക്കും. ഇറാനെതിരായ സൈനിക നടപടികൾ അവസാനിപ്പിച്ച അമേരിക്ക. ഹോർമുസിൽ കപ്പലുകൾക്ക് സുരക്ഷ ഒരുക്കുന്ന ദൗത്യം പ്രോജക്ട് ഫ്രീഡം താൽക്കാലികമായി നിർത്തിവച്ചു. തീരുമാനം ഇറാനുമായി ധാരണയിൽ എത്തിയതിനാലെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ മേഖലയിലെ രാജ്യങ്ങൾ തമ്മിലുള്ള ഏകോപനം അനിവാര്യമെന്ന് ഇറാൻ. കേരളത്തിലെ മുഖ്യമന്ത്രി ആരെന്ന് ഞായറാഴ്ചയോടെ തീരുമാനമുണ്ടായിരിക്കുമെന്ന് ഹൈക്കമാൻഡ്. KC-VD ചെന്നിത്തല എന്നിവരെക്കുറിച്ച് നിരീക്ഷകർ MLA-മാരോട് അഭിപ്രായം തേടും. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും പ്രധാന നേതാക്കളോട് നേരിട്ട് സംസാരിക്കും. ഡൽഹിയിലെത്തിയ രമേശ് ചെന്നിത്തല കേന്ദ്ര നേതാക്കളുമായി ചർച്ച നടത്തി. മുകുൾ വാസനിക്കും അജയ് മാക്കന് സമർപ്പിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാവും ഹൈക്കമാൻഡിന്റെ തീരുമാനം. MLA-മാരുടെ പിന്തുണ ആർക്കെന്ന വിവരം നിരീക്ഷകർ ഹൈക്കമാൻഡിനെ അറിയിക്കും. അഭിപ്രായ ശേഖരണം വെള്ളിയാഴ്ച കൊണ്ട് പൂർത്തിയാക്കണമെന്നാണ് നിർദ്ദേശം. ഡൽഹിയിലേക്ക് എത്താൻ ദീപാദാസ് മുൻഷിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശനി ഞായർ ദിവസങ്ങളിൽ മുതിർന്ന നേതാക്കളെ രാഹുൽ ഗാന്ധിയും ഖാർഗെയും ഫോണിൽ വിളിച്ച് അഭിപ്രായം തേടും. KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവരെക്കുറിച്ചാണ് ഇവർ വിവരങ്ങൾ തേടുക. അഭിപ്രായ വ്യത്യാസങ്ങൾ തെരുവിലേക്ക് നീങ്ങരുതെന്നാണ് MP-മാർ അഭിപ്രായം വ്യക്തമാക്കിയിരിക്കുന്നത്. സമവായ ശ്രമങ്ങൾ തുടങ്ങിവെക്കണമെന്നും അഭിപ്രായമുണ്ട്. ഡൽഹിയിലെത്തിയ രമേശ് ചെന്നിത്തലയ്ക്ക് കേന്ദ്ര നേതാക്കളുമായി ചർച്ച നടത്താൻ കഴിഞ്ഞു. സാധാരണഗതിയിൽ ഹൈക്കമാൻഡിന്റെ പ്രതിനിധികൾ വരുന്നു, അവരെല്ലാവരുമായിട്ട് സംസാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവർ ഹൈക്കമാൻഡ് റിപ്പോർട്ട് കൊടുക്കുന്നു. പാർട്ടി നേതൃത്വം തീരുമാനമെടുക്കുക. അതെപ്പോഴുള്ള കാര്യമല്ലേ, പുതിയതായിട്ടൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഇവിടെ ഒരു മത്സരത്തിന്റെ ആവശ്യമില്ല. എല്ലാവരും MLA-മാർക്കെല്ലാം കാര്യങ്ങൾ അറിയാവുന്നവരാണ്. അത് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് തീരുമാനമെടുക്കും. ഖാർഗെയോടും സോണിയാഗാന്ധിയോടും അടുപ്പമുള്ള ചെന്നിത്തലയ്ക്ക് അനുകൂലമാകും തീരുമാനമെന്നാണ് ചെന്നിത്തല അനുകൂലികൾ പ്രതീക്ഷിക്കുന്നത്. പാർട്ടിയിലുള്ള സ്വാധീനം, പിന്തുണയ്ക്കുന്ന MLA-മാരുടെ എണ്ണം ഒക്കെയും KCക്ക് തുണയാകുമെന്ന് KC ക്യാമ്പും പ്രതീക്ഷിക്കുന്നു. എന്നാൽ പൊതുവികാരം അനുകൂലമാണെന്നാണ് സതീശൻ പക്ഷത്തിന്റെ വാദം. ലീഗ് ഉൾപ്പെടെയുള്ളവർ എടുക്കുന്ന നിലപാടും ശ്രദ്ധേയമാകും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മുഖ്യമന്ത്രി ചർച്ച സജീവമാകുന്നതിനിടയിലാണ് രമേശ് ചെന്നിത്തല ഡൽഹിയിലെത്തി സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത്. മഹാരാഷ്ട്ര PCC പുനഃസംഘടനാ ചർച്ചയ്ക്കായിട്ടാണ് ഡൽഹിയിലെത്തിയതെങ്കിലും മുതിർന്ന നേതാക്കളെ കണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തിന് ചെന്നിത്തല അവകാശവാദം ഉന്നയിച്ചു എന്നാണ് റിപ്പോർട്ട്. സമൂഹ മാധ്യമങ്ങളിലൂടെ അല്ല മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നത് എന്നാണ് ഇന്ന് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. കേരളത്തിൽ മുഖ്യമന്ത്രി ആരാകുമെന്ന ചർച്ച ചൂടുപിടിക്കുന്നതിനിടയിലാണ് രമേശ് ചെന്നിത്തല ഡൽഹിയിലെത്തിയത്. മഹാരാഷ്ട്ര PCC പുനഃസംഘടനാ ചർച്ചകൾക്കായി എത്തിയ ചെന്നിത്തല സോണിയാഗാന്ധിയുടെ വസതിയിൽ KC വേണുഗോപാൽ, രാഹുൽ ഗാന്ധി എന്നിവർക്കൊപ്പം യോഗത്തിൽ പങ്കെടുത്തു. ഇതിനുശേഷം സോണിയാഗാന്ധിയുമായി അദ്ദേഹം ഒറ്റയ്ക്ക് കൂടിക്കാഴ്ച നടത്തി. മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാനുള്ള മാനദണ്ഡം MLA-മാരുടെ പിന്തുണ മാത്രമാകരുതെന്നും മുൻപ് പല ഘട്ടങ്ങളിലും നേതാക്കൾക്ക് വേണ്ടി മാറി നിന്നിട്ടുണ്ടെന്നും ചെന്നിത്തല അറിയിച്ചു. പോസ്റ്ററുകളിലും സമൂഹ മാധ്യമത്തിലൂടെയുമെല്ലാം മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതെന്നും ഉചിതമായ സമയത്ത് ഹൈക്കമാൻഡ് ഉചിതമായ തീരുമാനമെടുക്കുമെന്നും രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. സാമൂഹ്യ മാധ്യമങ്ങളിലല്ലല്ലോ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്, ആണോ? അല്ലല്ലോ. ഫ്ലെക്സ് വെക്കുന്നതുകൊണ്ടാണോ തീരുമാനം ഉണ്ടാകുന്നത്?
അതൊക്കെ അനുയായികൾ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. അതൊന്നും കൊണ്ട് വലിയ കാര്യമില്ല. ഫ്ലെക്സ് വെക്കാനും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ എഴുതാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അതെ, അപ്പം അതുകൊണ്ട് അതൊന്നും അല്ലല്ലോ വിഷയം. പക്ഷേ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്ത് അവരെടുക്കും. MLA-മാരുടെ പിന്തുണയ്ക്ക് വേണ്ടി മത്സരം നടത്തില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. നിലവിൽ 45 MLA-മാരുടെ പിന്തുണയുണ്ടെന്നാണ് KC വേണുഗോപാൽ അവകാശപ്പെടുന്നത്. 25 വീതം MLA-മാരുടെ പിന്തുണ രമേശ് ചെന്നിത്തലയും VD സതീശനും പ്രതീക്ഷിക്കുന്നുണ്ട്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിലെത്തി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് രമേശ് ചെന്നിത്തല ഡൽഹിയിൽ നിന്നും മടങ്ങിയത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ചകൾ സജീവമായതോടെ ഫ്ലെക്സ് ബോർഡ് രാഷ്ട്രീയം ചൂടുപിടിക്കുന്നു. KC വേണുഗോപാലിനെയും ചെന്നിത്തലയെയും VD സതീശിനെയും പിന്തുണച്ച് സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഇന്നും പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. ആലപ്പുഴ നഗരത്തിൽ വീണ്ടും KC വേണുഗോപാലിനെ പിന്തുണച്ചുകൊണ്ടുള്ള കൂറ്റൻ ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നു. ആലപ്പുഴ ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിലടക്കം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ് ചെറുതും വലുതുമായ ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പേര് ആലേഖനം ചെയ്ത ഫ്ലെക്സ് ബോർഡുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇത് റിയൽ ലീഡർ, നയിച്ചവൻ നായകൻ തുടങ്ങിയ ക്യാപ്ഷനുകളോടെയാണ് ഫ്ലെക്സ് നിറഞ്ഞിരിക്കുന്നത്. ഇതിനിടെ പയ്യന്നൂരിൽ VD സതീശനെ അനുകൂലിച്ച് ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നു. പട നയിച്ചവൻ നമ്മെ നയിക്കട്ടെ എന്നാണ് ബോർഡിലുള്ളത്. വെള്ളൂരിൽ V കുഞ്ഞികൃഷ്ണന്റെ വാർഡിലാണ് ഫ്ലെക്സ് ബോർഡ് കണ്ടത്. കൊല്ലത്ത് മൺട്രോത്തുരുത്തിലും VDയെ പിന്തുണച്ച് ഫ്ലെക്സ് ബോർഡ് ഉയർത്തി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മൺട്രോത്തുരുത്ത് മണ്ഡലം കമ്മിറ്റിയുടെ പേരിലാണ് ബോർഡ്. ചെന്നിത്തലയ്ക്ക് വേണ്ടി കൊല്ലം ചിന്നക്കടയിലാണ് ഫ്ലെക്സ് ബോർഡ് ഉയർന്നത്. ജനപക്ഷ നേതാവ് എന്ന പേരിൽ ചെന്നിത്തലയുടെ ചിത്രം ഉൾപ്പെടുത്തിയാണ് ബോർഡ് വെച്ചിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ പേരിലും ടീം KSU കൊല്ലം എന്ന പേരിലുമാണ് ബോർഡ് വെച്ചത്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ച തുടരുന്നതിനിടയിൽ KC വേണുഗോപാലിനെതിരെ വിമർശനവുമായി ഓർത്തഡോക്സ് സഭ. MP-മാർ മുഖ്യമന്ത്രിമാരാകുന്നതിൽ നിയമ തടസ്സമില്ല, എന്നാൽ MP-മാർ മത്സരിക്കേണ്ട എന്ന് തീരുമാനിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തേക്ക് ഒരു MP-യുടെ പേര് ഉയർന്നു വരുന്നത് വിരോധാഭാസമാണെന്ന് ഓർത്തഡോക്സ് സഭാ മാധ്യമ വിഭാഗം തലവൻ ഡോക്ടർ യുഹാനോൻ മാർ ദിയസ്കോറസ് മെത്രാപ്പോലിത്ത പറഞ്ഞു. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയം കഴിഞ്ഞപ്പോൾ അവരാണോ അതോ മാധ്യമങ്ങളോട് വരുന്ന വെറും വാർത്തകളാണോ എന്ന് അറിയാൻ മേല. സമൂഹത്തിൽ എന്തോ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി എന്തോ ഒരു ബഹളങ്ങൾ ഇങ്ങനെ നടക്കുന്ന കാഴ്ചകൾ കാണുന്നുണ്ട്. അത് ശരിയാണെങ്കിൽ മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്, ആലിപ്പഴം പഴുക്കുമ്പം കാക്കയ്ക്ക് വായ്പുണ്ണ് എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്. ഏകദേശം അതേ പ്രവണതയാണ് സമയത്ത് കാണുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് സീറ്റുകൾ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുന്ന കാര്യം പാർട്ടിയുമായി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് KK രമ. ഇതുവരെ UDF-മായി ഇക്കാര്യം ചർച്ച ചെയ്തിട്ടില്ല. പരാജയത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത പിണറായി വിജയൻ MLA സ്ഥാനം രാജിവെക്കണമെന്നും KK രമ ആവശ്യപ്പെട്ടു. ഇല്ല, നമ്മളെ കമ്മിറ്റി പാർട്ടി നിലയ്ക്ക് ആലോചിച്ചിട്ട് മറ്റു കാര്യങ്ങൾ ഒന്നും ആലോചിച്ചിട്ടില്ല. അല്ല, എന്താ അത് പാർട്ടി ആലോചിച്ചിട്ട് മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുള്ളൂ. അല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം അപ്രതീക്ഷിതമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മുന്നണിയെയും ജനങ്ങളെയും കണക്കിലെടുത്ത് തുടർ നടപടികൾ സ്വീകരിക്കും. തിരുത്തലുകൾ വരുത്തി ശക്തമായി തിരിച്ചുവരും. മെയ് ജൂൺ മാസങ്ങളിൽ എല്ലാ ഘടകങ്ങളും വിളിച്ചു ചേർത്ത് അഭിപ്രായമാരായും. തോൽവിയുടെ കാരണങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചില്ല. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായ പരാജയമാണ് LDF-ന് ഉണ്ടായിട്ടുള്ളത്. ഈ പരാജയത്തെ സംബന്ധിച്ച് അതിനുണ്ടായ വിവിധ കാര്യങ്ങൾ, വിവിധ ഘടകങ്ങൾ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത് എന്നത് സംബന്ധിച്ച് ഞങ്ങൾ സംഘടനാപരവും രാഷ്ട്രീയവുമായ പ്രശ്നങ്ങളും വിവിധ തരത്തിലുള്ള പ്രചാരവേലകൾ നമുക്കെതിരായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളും. കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിലെത്തിയ തളിപ്പറമ്പ് നിയുക്ത MLA TK ഗോവിന്ദനും ഭാര്യയും തളിപ്പറമ്പിലെ വിജയത്തിന് പിന്നാലെയാണ് കോടിയേരിയുടെ വീട്ടിൽ എത്തിയത്.
കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി ബാലകൃഷ്ണനും മറ്റുള്ളവരും ചേർന്ന് സ്വീകരിച്ചു. കോടിയേരിയുടെ പ്രതിമയ്ക്ക് മുമ്പിൽ ഗോവിന്ദൻ പുഷ്പാർച്ചന നടത്തുകയും ചിത്രങ്ങൾ കാണുകയും ചെയ്തു. കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് മടങ്ങിയത്. തന്റെ എല്ലാ വ്യക്തിപരമായ കാര്യങ്ങളിലും കോടിയേരി പങ്കെടുക്കാറുണ്ടെന്ന് ടി കെ ഗോവിന്ദൻ പറഞ്ഞു. കോടിയേരിയുമായും കുടുംബവുമായും അടുത്ത ബന്ധമാണുള്ളതെന്നും കോടിയേരിയുമായുള്ള ബന്ധം ഒരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല എന്നും ടി കെ ഗോവിന്ദൻ പ്രതികരിച്ചു. കോടിയേരിയോട് സ്നേഹമുള്ളവരാണ് വീട്ടിൽ വരുന്നത്. അങ്ങനെ വരുന്ന ആരെയും സ്വീകരിക്കും. താൻ ആർക്കും അടിമയില്ല. തനിക്ക് തൻ്റേതായ ശരികളുണ്ട്. തൻ്റെ വീട്ടിൽ ആർക്കും വരാം. മറ്റുള്ളവർ എന്തു പറയുന്നത് എന്ന് നോക്കാറില്ല എന്നും കോടിയേരിയുടെ ഭാര്യ വിനോദിനി പറഞ്ഞു. CPMന്റെ തെറ്റുതിരുത്തൽ അധരവ്യായാമം മാത്രമാണെന്നും ഇക്കാലം വരെയും CPM തെറ്റുതിരുത്തിയിട്ടില്ല എന്നും തൻ്റെ അനുഭവം അങ്ങനെയാണെന്നും ടി കെ ഗോവിന്ദൻ പറഞ്ഞു. നേതൃത്വം മാറണമെന്ന് പറയാൻ താൻ ആളല്ല എന്നും ഗോവിന്ദൻ പ്രതികരിച്ചു. UDFന് ചരിത്ര വിജയമാണ് ഉണ്ടായിട്ടുള്ളത്. UDF പിന്തുണക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ മത്സരിച്ചത്. ആ വിജയത്തിനു വേണ്ടി പ്രവർത്തിച്ചത് UDFന്റെ ഉശിരുള്ള പ്രവർത്തകന്മാരായിരുന്നു. ചുരുങ്ങിയ സമയം മാത്രമാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നമുക്ക് ലഭിച്ചിരുന്നെങ്കിലും എല്ലാവരും അഹോരാത്രം പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ് തലത്തിലുണ്ടായത്. തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം പാലക്കാട് CPMൽ പൊട്ടിത്തെറി. പാലക്കാട് ഏരിയ കമ്മിറ്റി അംഗവും പാലക്കാട് നഗരസഭാ കൗൺസിലറുമായ അബ്ദുൾ ഷുക്കൂർ പാർട്ടിയിൽ നിന്നും രാജിവെച്ചു. തമ്പ്രാൻ ചമഞ്ഞ ഔദാര്യം വിളമ്പുന്നവർക്ക് മുമ്പിൽ തലകുനിക്കാനില്ല എന്നും കപടമായ ഔദാര്യത്തെക്കാൾ അന്തസ്സുള്ള നിലപാടാണെന്നും വരുതെന്നും അബ്ദുൾ ഷുക്കൂർ പ്രതികരിക്കുന്നു. കൂടുതൽ സ്വതന്ത്രനായി മുന്നോട്ടു പോകുമെന്ന പ്രതികരണത്തോടെയാണ് അബ്ദുൾ ഷുക്കൂർ സാമൂഹ്യ മാധ്യമങ്ങളിൽ ആദ്യം പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത്. ഇത് ആരുടെയും ഔദാര്യമല്ല, അധ്വാനത്തിൻ്റെ അടയാളമാണ്. കഴിഞ്ഞ 1.5 വർഷമായി മനസ്സിൽ കൊണ്ടു നടന്ന ആ ഭാരം ഇറക്കി വയ്ക്കുന്നുവെന്നും അബ്ദുൾ ഷുക്കൂർ പ്രതികരിക്കുന്നു. ഈ പ്രസ്ഥാനത്തിൽ താൻ വഹിച്ച ഉത്തരവാദിത്വങ്ങൾ ആരോ തന്ന ഔദാര്യമോ ഒസ്യത്വമോ അല്ല എന്ന പരിഹാസം കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഈ നിലയിൽ താനെത്തിയത് ആരുടെയും കൈനീട്ടം വാങ്ങിയല്ല, മറിച്ച് വെയിലത്തും മഴയത്തും ഈ പാർട്ടിക്കായി ചെയ്ത വിയർപ്പിൻ്റെയും അധ്വാനത്തിൻ്റെയും ഫലമായാണ്. തമ്പ്രാൻ ചമഞ്ഞ് ഔദാര്യം വിളമ്പുന്നവർക്ക് മുന്നിൽ തലകുനിക്കാനില്ല. ആ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. എൻ്റെ പേര് അബ്ദുൾ ഷുക്കൂറാണ്, അല്ലാതെ സവർക്കറല്ല. അപ്പോൾ ഏത് സമയത്തും അവരിങ്ങനെ ഓട്ടുമറിച്ച് ശീലമുള്ളത് കൊണ്ട് അവർക്ക് അങ്ങനെ പറയാൻ കഴിയുള്ളൂ. എനിക്ക് എൻ്റേതായ കാരണങ്ങളുണ്ട്. ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് കൃഷ്ണദാസ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റേതായ കാരണങ്ങളുണ്ട്. പക്ഷേ അയാൾ ചിന്തിക്കുന്നിടത്തല്ല ഞാനുള്ളത്. അയാൾക്ക് ആ ശീലം വെച്ചിട്ട്, അയാളുടെ ശീലം വെച്ച്, അയാളുടെ പാർട്ടിയുടെ ശീലം വെച്ചിട്ട് അയാൾ പറഞ്ഞതാണ്. മുമ്പ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്തും ഷുക്കൂറിൻ്റെ അതൃപ്തി വലിയ വാർത്തയായിരുന്നു. അന്ന് അതൊക്കെ മാധ്യമ വാർത്തകൾ മാത്രമാണെന്ന് പറഞ്ഞ CPM ഒടുവിൽ ഷുക്കൂറിനെ അനുനയിപ്പിക്കുകയായിരുന്നു. അന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ ഷുക്കൂറിൻ്റെ വീട്ടിൽ പോയ മാധ്യമങ്ങളെ ഇറച്ചിക്കടയ്ക്ക് മുന്നിൽ പോയ നായ്ക്കളെന്ന് സാദൃശ്യപ്പെടുത്തി CPM നേതാവും മുൻ MPയുമായ NN കൃഷ്ണദാസ് രംഗത്ത് വന്നിരുന്നു. അന്നു മുതൽ തുടങ്ങിയ അതൃപ്തി തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം വികാരത്തോടെയാണ് അബ്ദുൾ ഷുക്കൂർ ഇപ്പോൾ പങ്കുവച്ചത്. ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവുമായി ഏരിയ കമ്മിറ്റി യോഗത്തിലുണ്ടായ തർക്കത്തിന് പിന്നാലെയാണ് അബ്ദുൾ ഷുക്കൂറിൻ്റെ രാജി. അമൃത ന്യൂസ്, പാലക്കാട്. തമിഴ്നാട്ടിൽ TVK അധ്യക്ഷൻ വിജയ് സർക്കാർ രൂപീകരണത്തിനായി പിന്തുണ നൽകുന്ന MLAമാരുടെ പട്ടിക ഗവർണർക്ക് കൈമാറി. എന്നാൽ കേവല ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ ഗവർണർ നിയമോപദേശം തേടി. ഭൂരിപക്ഷം ഉറപ്പിച്ചാൽ മാത്രം സത്യപ്രതിജ്ഞ എന്ന നിലപാടിലാണ് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ. അതേസമയം വിജയ് മുഖ്യമന്ത്രിയായി നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമെന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പശ്ചിമബംഗാളിൽ നാടകീയ രംഗങ്ങൾ തുടരുന്നു. രാജിവയ്ക്കില്ല എന്ന തീരുമാനത്തിൽ ഉറച്ച് മുഖ്യമന്ത്രി മമതാ ബാനർജി. വിഷയത്തിൽ ഗവർണർ ഇടപെട്ടേക്കും. 15 വർഷത്തെ ദുർഭരണം അവസാനിപ്പിക്കുവാനുള്ള ജനങ്ങളുടെ തീരുമാനം മമത അംഗീകരിക്കണമെന്ന് BJP ആവശ്യപ്പെട്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം പശ്ചിമ ബംഗാളിൽ നാടകീയ രംഗങ്ങൾ തുടരുകയാണ്. തിരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം നേരിട്ടെങ്കിലും തോൽവി അംഗീകരിക്കാൻ തയ്യാറാകാത്ത മമതാ ബാനർജി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന നിലപാടിൽ തുടരുകയാണ്. BJPയും തിരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്ന് ജനവിധി അട്ടിമറിച്ചതാണെന്നും മുഖ്യമന്ത്രിയായി തുടരാൻ അവകാശമുണ്ടെന്നുമാണ് മമത വ്യക്തമാക്കിയത്. രാജി നൽകിയില്ലെങ്കിൽ മമതയെ ഗവർണർ ഇടപെട്ട് പുറത്താക്കാനാണ് സാധ്യത. ഗവർണർ RN രവി മമതാ ബാനർജിയുമായി സംസാരിച്ചേക്കും. നടപടികൾക്ക് മുൻപായി ബംഗാൾ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ മനോജ് കുമാർ അഗർവാൾ ലോക് ഭവനിലെത്തി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി. കഴിഞ്ഞ 15 വർഷത്തെ ദുർഭരണം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത് ജനങ്ങളാണെന്നും പരാജയം അംഗീകരിച്ച് മമതാ ബാനർജി പുറത്തു പോകണമെന്നും BJP ആവശ്യപ്പെട്ടു. ये भ्रम में न रहे कि उनका पैतृक संपत्ति है. जनता ने उनको 15 साल समय दिया, सिवाय भ्रष्टाचार और हिंसा के कुछ नहीं किए. लोगों का जीना हराम कर दिया. ममता बनर्जी क्या कह रही दुनिया को कोई मतलब नहीं है. दिलीप घोष क्या कह रहे हैं उसको सुनिए.
അതേസമയം ബംഗാളിൽ സർക്കാർ രൂപീകരിക്കാനുള്ള ചർച്ചകൾ BJP-യിൽ പുരോഗമിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജിയുമാണ് കേന്ദ്ര നിരീക്ഷകർ. ഈ മാസം 9-ന് പുതിയ സർക്കാർ അധികാരമേൽക്കുമെന്നാണ് BJP വ്യക്തമാക്കിയത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിയറ്റ്നാം പ്രസിഡന്റ് തോം ലാവുമായി ഡൽഹിയിൽ ഹൈദരാബാദ് ഹൗസിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. പ്രതിരോധ മേഖലയിൽ 6000 കോടി രൂപ മൂല്യം വരുന്ന കരാർ ഉൾപ്പെടെ ഇരു രാജ്യങ്ങളും തമ്മിൽ വിവിധ മേഖലകളിൽ സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്താൻ ധാരണയായി. കൂടാതെ പശ്ചിമേഷ്യൻ സംഘർഷം ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ പ്രധാനമന്ത്രിയും വിയറ്റ്നാം പ്രസിഡന്റും തമ്മിൽ ചർച്ച ചെയ്തു. 3 ദിവസത്തെ സന്ദർശനത്തിനായി എത്തിയ വിയറ്റ്നാം പ്രസിഡന്റിന് രാഷ്ട്രപതി ഭവനിൽ ഔദ്യോഗിക സ്വീകരണം നൽകിയിരുന്നു. കപ്പലുകൾക്ക് സുരക്ഷ ഒരുക്കുന്ന പ്രോജക്റ്റ് ഫ്രീഡം താൽക്കാലികമായി നിർത്തിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായുള്ള ധാരണയിൽ എത്താത്തതുകൊണ്ടാണെന്ന് തീരുമാനം ഉണ്ടായത്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി ലക്ഷ്യങ്ങൾ കൈവരിച്ചുവെന്നും ഒരു ഘട്ടം അവസാനിച്ചുവെന്നും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെ സുരക്ഷിതമായി പുറത്തെത്തിക്കാനുള്ള അമേരിക്കൻ സൈനിക നീക്കമാണ് പ്രോജക്റ്റ് ഫ്രീഡം. പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചാണ് പ്രോജക്റ്റ് ഫ്രീഡം താൽക്കാലികമായി നിർത്തുന്ന തീരുമാനമെന്നും ഇറാനുമായി അന്തിമ സമാധാന കരാറിലേക്ക് എത്തുന്നതിനാണ് മുൻഗണനയെന്നും ട്രൂത്ത് സോഷ്യലിലൂടെ ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. കടലിടുക്കിലെ ഉപരോധം തുടരുമെങ്കിലും നയതന്ത്ര ചർച്ചകൾക്ക് അവസരം നൽകാനാണ് സൈനിക നടപടിയിൽ മാറ്റം വരുത്തിയിരിക്കുന്നത്. ഇറാനെതിരെയുള്ള സൈനിക നീക്കങ്ങളിൽ വലിയ വിജയം നേടിയതായും ഒരു അന്തിമ ഉടമ്പടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെന്നും ട്രംപ് അവകാശപ്പെട്ടു. ഹോർമൂസ് കടലിടുക്കിലെ സൈനിക നടപടികൾ നിർത്തിവെക്കുന്നത് ആഗോള വിപണിയിൽ വലിയ മാറ്റമുണ്ടാക്കും. എന്നാൽ കടലിടുക്കിലെ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള അമേരിക്കയുടെ ശ്രമങ്ങൾ പരാജയപ്പെട്ടതിനെ തുടർന്നുള്ള പിൻവാങ്ങലാണിതെന്ന് ഇറാനിയൻ മാധ്യമങ്ങൾ പറഞ്ഞു. അതേസമയം ഇറാനിലെ അമേരിക്കൻ ഇസ്രയേൽ സൈനിക നീക്കമായ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി ലക്ഷ്യങ്ങൾ കൈവരിച്ചുവെന്നും ഈ ഘട്ടം അവസാനിച്ചുവെന്നും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കി. സമാധാനത്തിന്റെ പാതയാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും പ്രസിഡന്റ് ആഗ്രഹിക്കുന്നത് ഒരു ഉടമ്പടിയാണെന്നും മാർക്കോ റൂബിയോ പറഞ്ഞു. ഇറാൻ ഹോർമൂസ് കടലിടുക്ക് തുറക്കണമെന്നും സമാധാന നിർദ്ദേശങ്ങൾ അംഗീകരിക്കണമെന്നും റൂബിയോ ആവശ്യപ്പെട്ടു. മാർക്കോ റൂബിയോയുടെ പ്രസ്താവനയോട് ടെഹ്റാൻ പ്രതികരിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക്, അമൃത TV. പശ്ചിമേഷ്യയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ മേഖലയിലെ രാജ്യങ്ങൾ തമ്മിലുള്ള ഏകോപനം അനിവാര്യമാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി. ഔദ്യോഗിക ചർച്ചകൾക്കായി ചൈനയിലെത്തിയ അരാക്ചി ബുധനാഴ്ച സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൗദുമായി ഫോണിൽ സംസാരിച്ചു. മേഖലയിലെ ഏറ്റവും പുതിയ സംഭവവികാസങ്ങൾ വിലയിരുത്തിയ ഇരു നേതാക്കളും കൂടുതൽ പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കാൻ നയതന്ത്ര ശ്രമങ്ങൾ ശക്തമാക്കാൻ ധാരണയിലെത്തി. ഇന്ത്യയുമായി നേരത്തെ ഒപ്പുവച്ച വിസ ഇളവ് കരാറിന് സൗദി മന്ത്രിസഭ അന്തിമ അംഗീകാരം നൽകി. കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ്റെ അധ്യക്ഷതയിൽ ജിദ്ദയിൽ ചേർന്ന യോഗത്തിലാണ് ഈ സുപ്രധാന തീരുമാനം. പുതിയ കരാർ പ്രകാരം നയതന്ത്ര ഔദ്യോഗിക പ്രത്യേക പാസ്പോർട്ടുകൾ കൈവശമുള്ള ഇരു രാജ്യങ്ങളിലെയും പൗരന്മാർക്ക് ഹ്രസ്വകാല സന്ദർശനങ്ങൾക്ക് വിസ ആവശ്യമില്ല. സൗദി ശൂറ കൗൺസിൽ നേരത്തെ അംഗീകരിച്ച ഈ കരാർ മന്ത്രിസഭയുടെ കൂടി അനുമതി ലഭിച്ചതോടെ ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വരികയാണ്. കുവൈറ്റിലെ പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്കായിട്ടുള്ള സിക്ക് ലീവ് സർട്ടിഫിക്കറ്റുകൾ ഇനി മുതൽ നേരിട്ട് സ്കൂളുകളിലെത്തും. ആരോഗ്യ മന്ത്രാലയവും വിദ്യാഭ്യാസ മന്ത്രാലയവും ചേർന്ന് വികസിപ്പിച്ച പുതിയ ഇലക്ട്രോണിക് സംവിധാനം സർക്കാർ ഇലക്ട്രോണിക് ആപ്ലിക്കേഷനായ സഹേൽ വഴി ഔദ്യോഗികമായി പുറത്തിറക്കി. ഇതുവഴി സർക്കാർ ആശുപത്രികളിൽ നിന്നും ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും നൽകുന്ന സിക്ക് ലീവ് സർട്ടിഫിക്കറ്റുകൾ നേരിട്ട് ഇനി വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് ഡിജിറ്റലായി കൈമാറും. അതിനാൽ തന്നെ ഇനി സർട്ടിഫിക്കറ്റുകൾ സ്കൂളിൽ നേരിട്ട് പോയി നൽകേണ്ടതില്ല. കുട്ടികളെ ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ച് നൽകിയാൽ മാത്രം മതി. ബാക്കി നടപടികൾ ഡിജിറ്റലായി പൂർത്തിയാക്കും. ആരോഗ്യ മന്ത്രാലയവും വിദ്യാഭ്യാസ മന്ത്രാലയവും തമ്മിലുള്ള വിപുലമായ സഹകരണത്തിൻ്റെ ഫലമാണിതെന്ന് വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കി. UAE കാത്തിരിക്കുന്ന എത്തിഹാദ് പാസഞ്ചർ ട്രെയിൻ സർവീസ് അധികം വൈകാതെ ഓടിത്തുടങ്ങും. ആദ്യഘട്ടത്തിൽ അബുദാബിയിൽ നിന്നും ദുബായിലായിട്ടായിരിക്കും സർവീസ് നടത്തുക. പിന്നീട് കിഴക്കൻ എമിറേറ്റായ ഫുജൈറയിലേക്കും സർവീസ് ആരംഭിക്കും. ദുബായ് അബുദാബി യാത്രാ സമയം 50 മിനിറ്റ് ആയിരിക്കും ഉണ്ടാകുക. അബുദാബിയിൽ നിന്നും ഫുജൈറയിൽ ഏതാണ്ട് 100 മിനിറ്റാണ് യാത്രാ സമയം. ഫസ്റ്റ്, ബിസിനസ്, ഇക്കോണമി എന്നിങ്ങനെ 3 വിഭാഗത്തിലുള്ള സീറ്റുകളാവും ട്രെയിനിൽ ഉണ്ടാകുക. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, ഭക്ഷണശാലകൾ, ചാർജിംഗ് പോയിന്റ് എന്നിവയും ഉണ്ടാകും. രാജ്യത്തെ പ്രധാന 11 പ്രദേശങ്ങളെ ബന്ധിപ്പിച്ചാവും സർവീസ്. ഒരേ സമയം 400 പേർക്ക് യാത്ര ചെയ്യാവുന്ന ട്രെയിനുകളുടെ പരമാവധി വേഗം മണിക്കൂറിൽ 200 കിലോമീറ്ററാണ്. ഒമാനിൽ ഉച്ചവിശ്രമം നിയമം പ്രാബല്യത്തിൽ വരുന്നു. തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ആരോഗ്യ സുരക്ഷ മുൻനിർത്തിയാണ് നിയമം നടപ്പാക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം 12:30 മുതൽ 3:30 മണി വരെയുള്ള സമയത്ത് നേരിട്ട് വെയിലേൽക്കുന്ന സ്ഥലങ്ങളിൽ തൊഴിലാളികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത് ഈ നിയമം മൂലം വിലക്കിയിട്ടുണ്ട്. നിയമം നടപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന കമ്പനികൾക്ക്
500 റിയാൽ മുതൽ 1000 റിയാൽ വരെ പിഴ ചുമത്തും. നിയമം നടപ്പാക്കുന്നു എന്ന് ഉറപ്പാക്കാൻ തൊഴിൽ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ പരിശോധനകൾ നടത്തും. അടിയന്തര സേവനങ്ങൾ നൽകുന്ന കമ്പനികളെ ഈ നിയമത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. കുവൈറ്റിൽ കാമുകിയുടെ ബന്ധുവിനെ കൊലപ്പെടുത്തിയ കേസിൽ നേപ്പാളി യുവാവിന് വധശിക്ഷ. കൊല്ലപ്പെട്ട വനിതയുടെ അനന്തരവളും പ്രതിയും തമ്മിൽ പ്രണയത്തിലായിരുന്നു. എന്നാൽ ബന്ധം തുടരാൻ കൊല്ലപ്പെട്ട യുവതി അനുവദിച്ചിരുന്നില്ല എന്ന് ആരോപിച്ചായിരുന്നു കൊലപാതകം ആസൂത്രിതമാണെന്ന് തെളിയിക്കുന്ന രേഖകൾ പബ്ലിക് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇതേ തുടർന്നാണ് കോടതി ശിക്ഷ വിധിച്ചത്. വ്യാജരേഖകൾ ചമച്ച് കുവൈറ്റ് പൗരത്വം നേടിയ കേസിൽ സൗദി പൗരന് 7 വർഷം കഠിന തടവും 3,16,000 ദിനാർ പിഴയും കുവൈറ്റ് ക്രിമിനൽ കോടതി വിധിച്ചു. 1993 മുതൽ 2025 വരെയുള്ള ദീർഘകാലയളവിൽ നടന്ന വൻ പൗരത്വ തട്ടിപ്പിലാണ് കോടതി വിധി പുറപ്പെടുവിച്ചത്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലെ UDFന്റെ വിജയത്തിൽ റിയാദിൽ OICC സെൻട്രൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിപുലമായ വിജയാഘോഷം സംഘടിപ്പിച്ചു. 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത ചടങ്ങിൽ മധുര വിതരണവും മുദ്രാവാക്യം വിളികളുമായി സബർമതി ഹാൾ ആവേശക്കടലായി മാറി. വരും ദിവസങ്ങളിൽ കൂടുതൽ വിപുലമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് പ്രവാസി കോൺഗ്രസ് കൂട്ടായ്മയുടെ തീരുമാനം. പ്രസിഡന്റ് സലീം കളക്കരയുടെ അധ്യക്ഷതയിൽ ചേർന്ന ആഘോഷ പരിപാടി OICC ഗ്ലോബൽ കമ്മിറ്റി അംഗം ഷിഹാബ് കൊട്ടുകാട് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രത്തിലും സംസ്ഥാനത്തും അധികാരമില്ലാതിരുന്ന നീണ്ട ഒരു പതിറ്റാണ്ടിന് ശേഷം UDF കേരളത്തിൻ്റെ ഭരണം തിരിച്ചുപിടിക്കുമ്പോൾ രാഷ്ട്രീയ കേരളത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രം മലപ്പുറത്തെ പാണക്കാട് കൊടപ്പനയ്ക്കൽ തറവാടാണ്. സംസ്ഥാന ഭരണത്തിലും UDFലും നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പാണക്കാട് തങ്ങൾക്കുള്ള സ്വാധീനം വരും ദിവസങ്ങളിൽ വർദ്ധിക്കും. പതിറ്റാണ്ടിന് ശേഷം സംസ്ഥാന ഭരണത്തിലേക്ക് UDF തിരിച്ചെത്തുമ്പോൾ പാണക്കാട് കൊടപ്പനയ്ക്കൽ വീട് വീണ്ടും സജീവമാവുകയാണ്. മുസ്ലിം ലീഗ് അധ്യക്ഷന്റെ വസതി എന്നതിലുപരി UDFന്റെ രാഷ്ട്രീയ ദിശ നിർണ്ണയിക്കുന്ന പവർ സെന്ററായി നേരത്തെ തന്നെ കൊടപ്പനയ്ക്കൽ തറവാടുണ്ട്. അധികാരമില്ലാതിരുന്ന 10 വർഷവും UDFന്റെ ആഭ്യന്തര പ്രശ്നങ്ങളിലും നയപരമായ തീരുമാനങ്ങളിലും പാണക്കാട് തങ്ങൾ ഇടപെട്ടിരുന്നു. എന്നാൽ ഭരണത്തിലേക്ക് എത്തുമ്പോൾ ഈ ഇടപെടലുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൈവരുന്നു. നിയുക്ത MLA-മാരുടെ ഒഴുക്കാണ് ഇപ്പോൾ തന്നെ പാണക്കാട്ടേക്ക്. അനുഗ്രഹത്തിനും ആശീർവാദത്തിനുമൊപ്പം വരാനിരിക്കുന്ന മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളും പാണക്കാട് കേന്ദ്രീകരിച്ച് തുടങ്ങിക്കഴിഞ്ഞു. സെക്രട്ടേറിയറ്റിനും ക്ലിഫ് ഹൗസിനും ഒപ്പം തന്നെ പ്രാധാന്യത്തോടെ ഇനി കേരളം കൊടപ്പനക്കലയിലേക്ക് ഉറ്റുനോക്കും. വിവാദങ്ങളെ തന്മയത്വത്തോടെ പരിഹരിക്കുന്ന പാണക്കാട് ശൈലി ഭരണത്തിലും പ്രതിഫലിക്കും. മുൻപ് K. കരുണാകരൻ മുതൽ ഉമ്മൻചാണ്ടി വരെയുള്ള മുഖ്യമന്ത്രിമാർ നിർണായക ഘട്ടങ്ങളിൽ പാണക്കാട്ടെത്തി കൂടിയാലോചനകൾ നടത്തിയിരുന്നത് കേരള രാഷ്ട്രീയത്തിലെ സ്ഥിരം കാഴ്ചയായിരുന്നു. ആ പതിവ് ഇനി പുനരാരംഭിക്കും. ഭരണപരമായ തീരുമാനങ്ങളിൽ പാണക്കാട് തങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് മുമ്പത്തെക്കാളും വലിയ സ്വീകാര്യത ലഭിക്കുമെന്നത് രാഷ്ട്രീയ എതിരാളികളും ഉറ്റുനോക്കുന്ന കാര്യമാണ്. തെരഞ്ഞെടുപ്പ് വിജയം നൽകിയ ആവേശത്തിൽ പ്രവർത്തകർ ആഹ്ലാദിക്കുമ്പോഴും ഉത്തരവാദിത്തങ്ങളുടെ വലിയ ഭാരമാണ് കൊടപ്പനയ്ക്കൽ തറവാടിനെ കാത്തിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിന്റെയും ഭരണത്തിന്റെയും ഗതിവിഗതികൾ നിയന്ത്രിക്കുന്ന പ്രധാന കേന്ദ്രമായി പാണക്കാട് വീണ്ടും മാറും. അമൃത ന്യൂസ്, മലപ്പുറം. സംസ്ഥാനത്ത് വേനൽ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. അടുത്ത മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. വ്യാഴാഴ്ച പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലും വെള്ളിയാഴ്ച കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലും ശനിയാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഞായറാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഇടിമിന്നൽ അപകടകാരിയായതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യമുണ്ടായേക്കും. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇതിനോടകം തന്നെ സംസ്ഥാനത്ത് പല ജില്ലകളിലും വേനൽ മഴ എത്തിയത് ആശ്വാസമായിട്ടുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.